ഖുർആനിൽ ഏറ്റവും അധികം തവണ പേര് പറയപ്പെട്ട നബി മൂസാ നബി അലൈഹിസ്സലാം. എത്ര ആകാശങ്ങളും എത്ര ഭൂമികളും ഉണ്ടെന്നാണ് ഖുർആനിലെ പരാമർശം? 7 ആകാശങ്ങളും 7 ഭൂമികളും. നരകത്തിന് എത്ര വാതിലുകളുണ്ടെന്നാണ് ഖുർആനിലെ പരാമർശം? 7 വാതിലുകൾ. ജനിച്ച കുഞ്ഞിന് എത്ര കാലം മുലപ്പാൽ നൽകാനാണ് ഖുർആനിൻ്റെ അധ്യാപനം? 2 കൊല്ലം. ഖുർആനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് യൂസുഫ് നബിയുടെ കഥ. ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന വനിത ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരൻ അഥവാ ഹുബ്ബുർ റസൂലില്ല എന്ന് അറിയപ്പെട്ട സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ദുന്നൂറൈൻ എന്ന് അറിയപ്പെട്ട സ്വഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു സലാം അറിയിച്ച ഏക വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹ. ഹവാരിയു റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായി എന്ന് അറിയപ്പെട്ട സ്വഹാബി സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ലൈലത്തുൽ ഖദറിൻ്റെ മറ്റൊരു പേര് ലൈലത്തുൽ മുബാറക്. ഖുർആനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്? 25 നബിമാരുടെ. എല്ലാ ആയത്തും ഹ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സൂറത്ത് സൂറ അശംസ്. ഏത് സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്നാണ് പിശാച് ഓടിപ്പോകുന്നത്? സൂറ അൽ ബഖറ. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്ത് സൂറ അൽ കഹ്ഫ്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്ത്രീ മറിയം. ഒരു സ്ത്രീയുടെ പേരിൽ ഖുർആനിലുള്ള സൂറത്ത് സൂറത്തുൽ മറിയം. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് സൂറ അൽ ഫാത്തിഹ. സബ്ഉൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറ അൽ ഫാത്തിഹ. ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് ആയത്തുദ്ദൈൻ. ഖുർആനിൻ്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് സൂറ അൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹമ്മദ് എന്ന നാമം പരാമർശിച്ച സൂറത്ത് സൂറ അസ്സഫ്. എല്ലാ ആയത്തിലും അല്ലാഹു എന്ന പദമുള്ള സൂറത്ത് സൂറ മുജാദല. ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്ത് സൂറ അലക്കിലെ ആദ്യ 5 ആയത്തുകൾ. ഒരു സൂറത്തായി ഒന്നിച്ച് പൂർണ്ണമായി അവതരിച്ച സൂറത്ത് സൂറ അൽ മുദ്ദസിർ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറ അൽ ബഖറ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറ അൽ കൗസർ. ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏക സൂറത്ത് സൂറ അത്തൗബ. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള
ആയത്ത്. ആയത്തുൽ കുർസി. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം വായിക്കപ്പെടുന്നത്. ഖുർആൻ അവതരിച്ചത് എത്ര കാലം കൊണ്ട്? 23 വർഷം കൊണ്ട്. ഖുർആനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? 114 സൂറത്തുകൾ. ഖുർആൻ അവതരണത്തിൻ്റെ മുമ്പ് അത് രേഖപ്പെടുത്തിയിരുന്നത് എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ. മക്കീ സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ. മദനി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഹിജ്റക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾ. റമളാൻ ഒന്നാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? റഹ്മത്ത്. റമളാൻ രണ്ടാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? മഗ്ഫിറത്ത്. റമളാൻ മൂന്നാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? നരകമോചനം. നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ കാണൽ. പള്ളികളിൽ ഇന്നു കാണുന്ന തരത്തിലുള്ള മിഹ്റാബിന് തുടക്കമിട്ടത് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബദറിൻ്റെ ആദ്യ മുസ്ലിം രക്തസാക്ഷി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്ന മെഹ്ജ റളിയല്ലാഹു അൻഹു. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? കരിച്ചു കളയുക. ഖുർആനിൽ ജഹന്നം അഥവാ നരകം എന്ന പദം എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ട്? 77 തവണ. ബദർ ദിനം എന്നാണ്? റമളാൻ 17-ന്. സഹ്ർ എന്നാൽ എന്താണ്? അത്താഴം. നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏത്? റയ്യാൻ. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവ് ഏത്? ലൈലത്തുൽ ഖദർ.